Hi friends, welcome to Hamictech Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ iBallന്റെ ഒരു പവർ ബാങ്കിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ ബാങ്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. iBallന്റെ IB-10000LP പവർ ബാങ്ക് ആണിത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ബോക്സിലുള്ളത്. ഇവിടെ പവർ ബാങ്കിൻ്റോടൊപ്പം ഒരു USB കേബിൾ കൊടുത്തിട്ടുണ്ട്. 30 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു USB കേബിളാണിത്. പിന്നീട് ഒരു യൂസർ മാനുവൽ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഈ ഒരു പവർ ബാങ്കിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 10000 mAh ആണ്. അതുപോലെ ബാറ്ററി ടൈപ്പ് എന്ന് പറയുന്നത് Li പോളിമർ ആണ്. പിന്നെ ഇൻപുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ടും 5 വോൾട്ടാണ്. ബാറ്ററി ചാർജിങ് ടൈം എന്ന് പറയുന്നത് 6 to 7 hours ആണ്. നമ്മളുടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 218 ഗ്രാം ആണ്. അതുപോലെ ഡയമെൻഷൻസ് 138 mm ഹൈറ്റും 70 mm വിഡ്ത്തും ആണ് നമ്മുടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് വൈറ്റ് ആണ്. മോർ ഡീറ്റെയിൽസ്. നമ്മുടെ ഈ ഒരു പവർ ബാങ്കിന് ഓട്ടോ ഓൺ ആൻഡ് ഓഫ് ഫങ്ഷൻ ആണുള്ളത്. എപ്പോഴാണ് നമ്മുടെ പവർ ബാങ്കിലോട്ടൊരു ഡിവൈസ് കണക്ട് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മുടെ ഈ ഒരു പവർ ബാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ ചാർജിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു ഡിവൈസ് നമ്മുടെ ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുകയും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുകയും എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിവൈസ് ചാർജ് ആവുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഓൺ ആവുകയും ഡിവൈസ് ചാർജ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ബാറ്ററി കപ്പാസിറ്റി ഇൻഡിക്കേറ്റർ 4 ലൈറ്റും ഗ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പവർ ബാങ്കിന് ഹൈ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഏകദേശം ഒരു 75% കൂടുതൽ ചാർജ് ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ 3 എണ്ണം മാത്രമേ ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയം കപ്പാസിറ്റി, അതായത് ഒരു 50% താഴെ ഇതിനുള്ള ചാർജിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്നാണ്. ഇനി 2 LED ലൈറ്റ് മാത്രമാണ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ 25% താഴെ ആയിരിക്കും എന്നാണ് അർത്ഥം. ഇനി ഒരു LED മാത്രമേ ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പവർ ബാങ്ക് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം. നമ്മൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ഈ ചാർജിങ് ടൈം മാറി എന്നിരിക്കാം. ക്വാളിറ്റി ഉള്ളൊരു അഡാപ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 6 തൊട്ട് 7 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു പവർ ബാങ്ക് ഫുള്ളി ചാർജ് ആവുന്നതായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പവർ ബാങ്ക് യൂസ് ചെയ്യാത്ത സമയത്ത്, അതായത് പവർ ബാങ്കിലുമായിട്ട് ഒരു ഡിവൈസും കണക്ട് ചെയ്യാത്ത സമയത്ത് ആ ഒരു USB കേബിള് റിമൂവ് ചെയ്യേണ്ടതാണ്. അത് കണക്ട് ചെയ്തിട്ട് USB കേബിൾ മാത്രം കണക്ട് ചെയ്യുകയും ഡിവൈസ് കണക്ട് ചെയ്യാതെ ഇരിക്കരുത്. സോ ഡിവൈസ് കണക്ട് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ USB കേബിൾ സഹിതം അത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ സാധിക്കും. നല്ല ബാക്കപ്പുള്ളൊരു പവർ ബാങ്കാണിത്. ഈ ഒരു പവർ ബാങ്ക് ഞാൻ 699 രൂപയ്ക്ക് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്.
അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും ഒരു പവർ ബാങ്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.